തലസ്ഥാന നഗരി ഇന്നലെ തന്നെ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് ഇന്നലെ തന്നെ രാത്രിയോടുകൂടി ദീപാലങ്കൃതമായിട്ടൊക്കെ ഈ ഒരു തിരുവോണത്തെ വരവേൽക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇന്നലത്തെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ അവിടെ എന്തെല്ലാമാണ് വിശേഷങ്ങൾ, എന്തെല്ലാം ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് തിരുവോണത്തെ തലസ്ഥാന നഗരി ആഘോഷിക്കാനായിട്ട് പോകുന്നത്? സാന്ത്വനയ്ക്കൊരു ഓണാശംസകൾ കൂടി. അത് പറയാം. ഹാപ്പി ഓണം സാന്ത്വന. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലുള്ള എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും. അതെ, എല്ലാ പ്രേക്ഷകർക്കും പറയൂ സാന്ത്വന. താങ്ക് യു ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും ഒരു ഓണാശംസകൾ നേരാണ്. നമ്മുടെ ഡെസ്കിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു അവസരത്തിൽ ഓണാശംസകൾ നേരാണ്. ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയതാണ്. നമ്മൾ കണ്ടതാണ് കനകക്കുന്നിലേക്ക് അതിന്റെ വലിയ ആഘോഷങ്ങളും ആ ഒരു വർണ്ണ പകിട്ടും ഒക്കെ നമ്മൾ കണ്ടതാണ്. നഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം ലൈറ്റുകളാണ്. രാത്രി ഭയങ്കര വൈബാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണുന്നത്. ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ കാത്തിരുന്ന ഓണം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയ ആഘോഷവും വളരെ തിരക്കും ഇവിടെയും അനുഭവപ്പെടുന്നുണ്ട്. നിരവധി ആളുകളാണ് രാവിലെ തന്നെ ഒന്ന് തൊഴാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നമുക്ക് കാണാം അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. അനന്തശയനത്തിൽ കിടക്കുന്ന അനന്തപത്മനാഭന്റെ മാതൃകയിലാണ് ഇത്തരത്തിൽ അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. വലിയ അത്തപ്പൂക്കളമാണ്. അത് കാണാൻ തന്നെ ഒത്തിരി പേരാണ് എത്തുന്നത്. അത് മാത്രമല്ല പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം നിരവധി ആളുകൾ പലയിടങ്ങളിൽ നിന്നും തൊഴാനെത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഓണം കൂടി ആയതുകൊണ്ട് വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് ഇവിടെ രാവിലെ മുതൽക്ക് തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന. ആ ഒരു അത്തപ്പൂക്കളം കാണുകയാണെങ്കിൽ നമുക്കറിയാം എന്ത് ഭംഗിയായിട്ടാണ് അത് ഇട്ടിരിക്കുന്നതെന്ന്. രാവിലെ മുതൽക്ക് തന്നെ ഇവരൊക്കെ ഈ ഒരു അത്തപ്പൂക്കളത്തിന്റെ പണിയിലായിരുന്നു. അപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട്. ചേട്ടാ, എപ്പോ മുതലാണ് പൂക്കളം ഇടാൻ തുടങ്ങിയത്? ഇടാൻ തുടങ്ങിയത് മണിക്കാണോ ഇടാൻ? ഇന്നലെ തുടങ്ങിയാണ് ഇപ്പൊ പൂർത്തിയായത്. എത്ര പേരുണ്ടായിരുന്നു? ഒരു 6-7 പേരുണ്ടായിരുന്നു. എന്തായാലും ഭംഗിയായിട്ടിട്ട്. ഹാപ്പി ഓണം. അപ്പം ഇന്നലെ തൊട്ട് ഇടാൻ തുടങ്ങിയതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എവിടെ നിന്നാ ചേച്ചി വരുന്നത്? ഞങ്ങൾ നെട്ടയമാ, ഇവിടെ അടുത്തുനിന്നാണ്. ഓണാഘോഷമൊക്കെ ആയോ? ആയി. അപ്പൊ രാവിലെ തൊഴുതിട്ട് പോയിട്ടാണ് ഇനി ബാക്കി പരിപാടി അല്ലേ? അതെ, ഓക്കെ. നമുക്കിവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എവിടുന്നാ വരുന്നത്? രാവിലെ തൊഴുതിട്ട് ഓണത്തിന്റെ പരിപാടികളിലേക്ക് എങ്ങനെയാണ് ഇത്തവണത്തെ ഓണാഘോഷമൊക്കെ? എങ്ങനെ? അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. ദിവസത്തെ ലീവേ ഉള്ളൂ. നമ്മള് ഹോട്ടലിൽ ജോലിയാണ്, തട്ടുകടയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ നമുക്ക് ലീവ് ഉള്ളൂ. അപ്പൊ എല്ലാ അമ്പലത്തിലും പോയിട്ട് തൊഴുതിട്ട് ഇനിയിപ്പോ ഓണാഘോഷിക്കണം അല്ലേ? ഇത് ഇവരെ തിരുവനന്തപുരത്ത് വന്ന് ഓണാഘോഷിക്കണം. എങ്ങനെയുണ്ട് ഇവിടുത്തെ മൊത്തത്തിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ? നമ്മൾ കണ്ടില്ല, ഇന്ന് വൈകിട്ട് വരാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് ഇവരൊക്കെ തിരുവനന്തപുരംകാർ തന്നെയാണ്, കിളിമാനൂരുള്ളവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം, എവിടുന്നാ വരുന്നത്? ഇവിടെ തന്നെ കണിയാപുരം. ഓണമൊക്കെ ആയോ? എങ്ങനെയാണ് ഇത്തവണത്തെ ഓണം? ഹാപ്പിയാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണോ സദ്യയൊക്കെ ഉണ്ടാക്കാൻ? അതെയോ ഓർഡർ ചെയ്യുവാണോ? ഉണ്ടാക്കാണ്. അപ്പൊ ഇവിടെ ഇനിയിപ്പോ സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ സദ്യ ഇപ്പൊ പല ആളുകളും ഇപ്പൊ സദ്യ ഒന്നും ഉണ്ടാക്കാറില്ല. പലരും ഓർഡർ ചെയ്ത് കഴിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇനിയിപ്പോ ഈ വെജിറ്റേറിയൻ ഹോട്ടലിന്റെ ഒക്കെ മുന്നിലേക്ക് കുറച്ച് സമയം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ വലിയ നീണ്ട ക്യൂ ആയിരിക്കും. അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണാറുള്ള ഒരു പതിവാണ് ഈ ഓണ ദിവസം ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളുടെ മുന്നിലേക്ക് ഉള്ള ക്യൂ. അപ്പൊ എന്തായാലും ഇവിടെ ഒരുക്കിയിരിക്കുന്ന അത്തപ്പൂക്കളം കാണാനായിട്ട് ഒത്തിരി പേര് എത്തിയിട്ടുണ്ട്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? ഞാൻ ഇവിടുന്ന് എറണാകുളത്ത്. അപ്പം തൊഴുതോ? പത്മനാഭന്റെ ഫസ്റ്റ് ടൈമാണ്. ഇതിന്റെ ഓണാഘോഷം എങ്ങനെയാ? ഓണാഘോഷം എല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഇത് എന്റെ പെങ്ങളാണ്, അത് എന്റെ അളിയനാണ്. ഞങ്ങൾ 3 പേര് എറണാകുളത്ത് വന്നിരിക്കുന്നത്. ഇത് അളിയൻ ഗോപിനാഥ്. ആദ്യമായിട്ടാണോ തിരുവനന്തപുരം? അല്ല, ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഈ ഓണത്തിന് സാധാരണ ഇവിടെ വന്നാണോ ഓണമൊക്കെ തുടങ്ങാറ്? ഇപ്രാവശ്യം ഇങ്ങനെ തോന്നി, ഈ പത്മനാഭന്റെ മണ്ണിൽ വന്ന് ആഘോഷിക്കാൻ തോന്നി. അപ്പൊ എങ്ങനെയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ? എങ്ങനെയാണ്? ഇന്ന് തന്നെ എറണാകുളത്തിന് തിരിച്ചു പോകുന്നുണ്ടോ അതെയോ? ഇല്ല, ഇന്ന് ഇവിടെ ട്രിവാൻഡ്രം ഫുൾ കണ്ട് കന്യാകുമാരി കണ്ട് ഓണം അടിപൊളിയാക്കാനാണ് തീരുമാനം. ഓക്കെ, അപ്പം തിരുവനന്തപുരം വന്ന് പത്മനാഭനെയൊക്കെ കണ്ട് അതിനുശേഷം കന്യാകുമാരിയൊക്കെ പോയൊന്ന് ഓണ കളറാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പല ഇടത്തു നിന്ന് വന്നവരുണ്ട്. എറണാകുളത്ത് നിന്ന് വന്നവരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വന്നവരുണ്ട്, കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്നവരുണ്ട്. ഇനി സംസ്ഥാനത്തിന്റെ തന്നെ പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ തന്നെയും ഉണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വലിയ ആഘോഷം, അതുപോലെ തന്നെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് ഓണവുമായി ബന്ധപ്പെട്ട് നിരവധി ചടങ്ങുകളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കാനുണ്ട്. പ്രത്യേകിച്ച് ഓണവില്ല് സമർപ്പണമാണ്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, നൂറ്റാണ്ടുകൾ
നൂറ്റാണ്ടുകളായി നടത്തി വരുന്ന ഒരു ആചാരമാണ്. ഓണ ദിവസം മേലാർന്നൂർ കുടുംബക്കാരെ ഓണവില്ല് ക്ഷേത്രത്തിൽ സമർപ്പിക്കും. അതിന്റെ സമർപ്പണമുണ്ട്. അങ്ങനെ ആഘോഷവും ആചാരവും ഒക്കെ ആയിട്ട് തലസ്ഥാനം ഇങ്ങനെ ഫുൾ കളറായി നിൽക്കുകയാണ്. ഓണ വൈബിലാണ്, ഓണ മൂഡിലാണ്. അപ്പൊ നമ്മളും ആ ഒരു മൂഡിന്റെ കൂടെ ഇങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തപ്പൂക്കളങ്ങളൊക്കെ സെറ്റ് ആവും. ഇവിടെ വലിയ അത്തപ്പൂക്കളങ്ങളൊക്കെ സംസ്ഥാനത്തെ തന്നെ വലിയ അത്തപ്പൂക്കളങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്കൊക്കെ പോകും. അപ്പം വലിയ അത്തപ്പൂക്കളുടെ ഒരു എന്താ പറയാ വിവിധ തരത്തിലുള്ള ഒരു പൂക്കളങ്ങളും പൂത്തട്ടുകളും ഒക്കെ ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് കാണാം. അപ്പൊ എന്തായാലും രാവിലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഓണത്തിന്റെ ഫുൾ വൈബ് അങ്ങ് തുടങ്ങുകയാണ് എന്നാണ് രാവിലെ അതാണ് ആ വൈബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് സ്വാതന്ത്ര്യം നൽകി കഴിഞ്ഞു. അതിന് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ രാവിലെ. ധാവണിയാണോ സാരിയാണോ? എന്തായാലും ഉഷാറായിട്ട് ധാവണിയാണ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ് ഇത് എടുക്കാനുള്ള ഒരു കഷ്ടപ്പാട്. അതാണ്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി അങ്ങ് പോവാം. അപ്പൊ ഉഷാറാവട്ടെ സ്വാന്തന, പൊട്ടിക്കട്ടെ നമ്മുടെ തിരുവോണം.